നമസ്തേ. ജോൺ ബ്രിട്ടാസ് എംപിക്ക് ഇത് അത്ര നല്ല കാലമല്ല. ഏറ്റവും ഒടുവിൽ വന്ന വിഷയം നിങ്ങൾ അറിഞ്ഞില്ലേ? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തമിഴ്നാട് എംപി ആയിട്ടുള്ള തമ്പി ദുരൈ അദ്ദേഹം രാജ്യസഭയിൽ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോൾ ജയലളിത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നടപടികളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അവർ ഹോണറബിൾ ഫോമർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടോ മൂന്നോ വട്ടം ആവർത്തിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി ചോദിക്കുകയാണ്, ഏതമ്മ, എവിടത്തമ്മ എന്ന്. ഏറ്റവും ഒടുവിൽ തമ്പി ദുരൈ പറഞ്ഞതാണ് മാസ് മറുപടി, യുവർ അമ്മ. Review petition and respect the earlier judgment striking down NEET. Sir, the review petition, your amma. The review petition. അതായത് തള്ളക്ക് വിളി പച്ചയ്ക്ക് കേട്ടു ബ്രിട്ടാസ് എം പി എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാഹചര്യം അത്ര നല്ലതല്ല. നമുക്കറിയാം, നീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്റ്റാറായി നിന്ന, തിളങ്ങി നിന്ന ആളാണ് ജോൺ ബ്രിട്ടാസ് എം പി. ആ AKG ഭവനിൽ നടന്നിട്ടുള്ള വീഡിയോ ഒക്കെ കാണണം. എന്താ ഒരു അഭിനയം എന്നറിയാമോ? മോഹൻലാല് പുറകിൽ പോകുന്ന അഭിനയമാണ്. ഇനിയിപ്പോ മോഹൻലാൽ വേണേ ഇഷ്ടപ്പെടില്ല. മമ്മൂട്ടി പുറകിൽ പോകുന്ന അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതിനുശേഷം അദ്ദേഹം ഒരു തള്ളല്ല, സത്യത്തിൽ AKG ഭവനിലെ സംഭവമായിരുന്നു തള്ള്. ആ തള്ളിനൊപ്പം ഒരു ഉന്തു കൂടി കൊടുത്തു മലയാളിയുടെ നെഞ്ചത്തേക്ക്. അതെന്തായിരുന്നു? മറന്നുപോയോ? RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ 3ാമത്തെ പേരുകാരനാണ് താൻ എന്നതായിരുന്നു ആ തള്ള്. ഒന്ന് ആലോചിച്ച് നോക്കണം. RSSനെ പോലൊരു സംഘടന, ഞാൻ കരുതുന്നില്ല RSSനെ പോലൊരു സംഘടന അദ്ദേഹത്തെ ഒരു ഹിറ്റ് ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തുമെന്നുള്ളത്. കാരണം RSS എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അഖണ്ഡ ഭാരതമാണ് എന്നുള്ളതാണ് ഈ ഉള്ളവളുടെ ഒരു ചെറിയ അറിവ്. മാത്രമല്ല, അവരുടെ ഹിറ്റ് ലിസ്റ്റിലൊക്കെ പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഭീകര സംഘടനകളാണ്, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ്. ഇവിടെ നിൽക്കുന്ന ജോൺ ബ്രിട്ടാസ് എം പി എന്തിനാണ് പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആ സമയത്ത് നടത്തിയതെന്ന് ഞാൻ അറിയാതെ ഒന്ന് ആലോചിച്ചു പോയി. അപ്പോഴാണ് എനിക്കൊരു സ്ഥാനം മനസ്സിലായത്. ഇവിടെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി. ഇനി പിണറായി മാറിക്കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ടട ഉവേ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ബ്രിട്ടാസ് എം പിക്ക് ഒരു ചിന്ത വന്നത്. അത് ഞാനിവിടെ നിൽക്കുകയല്ലേ, എന്നെ കഴിഞ്ഞല്ലേ ഉള്ളൂ പിണറായിയെ വാർത്തെടുക്കാനും ഒക്കെയും. ഞാൻ പെട്ട പാട്, എന്റെ വിയർപ്പിന്റെ ഫലം. അതിന് ഞാൻ തന്നെ എന്നെ പ്രൊജക്റ്റ് ചെയ്യണം. അങ്ങനെയാണ് പാർട്ടിയെ കയ്യിലെടുക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് വന്നു കാണണം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വിഷയം അത് തന്നെയാണ് കേട്ടോ. കാരണം പിണറായിക്ക് ശേഷം ആര് എന്നുള്ള ഒരു വലിയ ചോദ്യം CPM-നെ സംബന്ധിച്ച് നിലകൊള്ളുന്നുണ്ട്. അവിടേക്ക് ഒരാളെ പ്രതിഷ്ഠിക്കാനായിട്ട് ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആരുടെ പേരും ഉയർന്നു വന്നിട്ടുമില്ല. അപ്പോഴാണ് ഈ ഒരു സാഹചര്യം വീണ് കിട്ടുന്നത്. ബ്രിട്ടാസ് എം പി സ്വാഭാവികമായിട്ടും AKG ഭവനിൽ നടന്നിട്ടുള്ള ഐഷി ഘോഷുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയമൊക്കെ, അതായത് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. അവിടെ ബ്രിട്ടാസ് എം പി വരുന്നു. ഞാൻ MP ആണ്, ഐ എം എ ലോ മേക്കർ, എന്നോട് നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം അവിടെ നടക്കുന്നത്. ആ ഒരു സിനിമാറ്റിക് സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ സീൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു തള്ളുകൂടി വന്നത്. ഞാൻ നോക്കുമ്പോൾ BJP ഹാൻഡിലുകളിൽ മുഴുവനും മൊത്തം ആറാട്ടാണ് എന്നുള്ളതാണ്. അതായത് അങ്ങ് ഒത്തില്ല എന്നുള്ളത് തന്നെ. അതിനുശേഷമാണ് ജോൺ ബ്രിട്ടാസ് എം പിയുടെ അടുത്ത പ്രശ്നം ഇവിടെ വരുന്നത്. അത് തമ്പിദുരയായിരുന്നു. ചുമ്മാ അങ്ങ് അണ്ണന്റെ നെഞ്ചിലോട്ട് വായിലോട്ട് അങ്ങ് കയറിക്കൊടുത്ത് അണ്ണൻ ഒടിച്ചു മടക്കി പോക്കറ്റിലിട്ട്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? യുവർ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഒരു അവിഞ്ഞ ഇളിയുമായിട്ട് ബ്രിട്ടാസ് ഇരിക്കുന്നതാണ് കാണുന്നത്. അതോടുകൂടി വീണ്ടും എയറിലായി. ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് മുമ്പേ കയറിപ്പോയി. റോക്കറ്റിലാണോ ഇതുപോലെ എയറിൽ പോകുന്നത് എന്നുള്ളത് നമുക്ക് പോലും സംശയം തോന്നും.
എന്തായാലും വളരെ ഭാവിയുള്ള ഒരാളാണ് ജോൺ ബ്രിട്ടാസ് MP എന്ന് പറയാതിരിക്കാൻ വയ്യ. കൃത്യസമയത്തായിരുന്നു അദ്ദേഹം വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ജോൺ ബ്രിട്ടാസ് MP ഈ ഇടയായിട്ട് ധരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ചെല്ലുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രധാരണ രീതി എന്നൊക്കെ പറയുന്നത് തന്നെ ആ വടിവൊത്ത മുണ്ടും ഷർട്ടും ഒക്കെ തന്നെയായിരുന്നു. അത് കൃത്യമായിട്ട് CPM പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ എടുത്ത് പ്രൊജക്ട് ചെയ്യാൻ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൂടുതലും ധരിച്ചിരിക്കുന്ന വസ്ത്രവും വേറെ തന്നെയാണ്. പാൻസും ഷർട്ടും ഒക്കെ തന്നെയാണ്. ഇതിൽ എന്ത് ധരിക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ അവകാശമാണ്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജോൺ ബ്രിട്ടാസ് MP-യെ ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് RSSന്റെ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നു, AKG ഭവനിലെ ഷോ കിടക്കുന്നു. ഇതിനിടയിലാണ് നടൻ വിനായകൻ വന്നിട്ട് പുറം വഴി ഒരു ചവിട്ട് കൂടി വെച്ചു കൊടുത്തിട്ടുള്ളൂ. അതായത് കുട്ടികളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ വല്ല പണിയും എടുത്ത് ജീവിക്കണോ എന്നാണ് വിനായകൻ പറഞ്ഞത്. വിനായകൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിനായകനെ പോലുള്ളവരെയൊക്കെയാണ് CPM ഇടതുപക്ഷം ഒരു കാലത്ത് പുരോഗമനമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോളത്ത് എടുത്തു വെച്ചുകൊണ്ട് നടന്നിട്ടുള്ളത്. ആ തോളത്ത് എടുത്തു വെച്ചുകൊണ്ട് നടന്ന വിനായകനാണ് ഇപ്പോൾ ബ്രിട്ടാസ് MP-യുടെ പുറം വഴിയിട്ട് ചവിട്ടി താഴെയിട്ടിട്ടുള്ളത്. ഇത്തരത്തിലൊരു പ്രസ്താവന മറ്റാരെങ്കിലും ഒരാൾ പറയുമെന്നുള്ളതൊന്നും ജോൺ ബ്രിട്ടാസ് ചിന്തിച്ചിട്ടേ ഇല്ല എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. ബാക്കി സഖാക്കളെല്ലാം അടങ്ങിയിരിക്കുന്ന സമയം, ആ സമയത്തേക്ക് വിനായകൻ എന്തിനാണോ ഇമാതിരി ഒരു ബോംബുമായിട്ട് വന്ന് ബ്രിട്ടാസിനെ നെഞ്ചത്തിട്ടതെന്നും മനസ്സിലാവുകയും ചെയ്യുന്നില്ല. RSS പോലും ചിന്തിക്കാത്ത ഒരു കാര്യം. ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ഓർഗനൈസറിൽ വന്നിട്ടുള്ള ഒരു വിഷയത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഹിറ്റ് ലിസ്റ്റിലൊക്കെ പെടാൻ മാത്രമുള്ള ആളുണ്ടോ താൻ എന്നുള്ളത് സ്വയം അദ്ദേഹം ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ? അതും വേണമല്ലോ. എന്നെപ്പറ്റി ഇന്നയാളെ ഇന്നത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് പറയാനുള്ള ആള് ഞാനുണ്ടോ? ഞാൻ അങ്ങനെ എന്നെ തന്നെ പൊക്കി പറയാമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണ്ടേ? അതിന്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കണമല്ലോ. ആ തള്ളും ഉന്തും എല്ലാം കഴിഞ്ഞ് നടുവും വെട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ചെന്ന് രാജ്യസഭയിൽ ഇരിക്കുമ്പോഴാണ് തമ്പി ദുരൈയുടെ കയ്യിൽ നിന്ന് ചൊറിഞ്ഞു വാങ്ങിയതെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ബ്രിട്ടാസ് MP ഒന്ന് പള്ളിയിൽ പോയി മുട്ടുകുത്തി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കണം. വേഗം ഒന്ന് എയറിൽ നിന്ന് താഴെ ഇറക്കി തരണേ. അതിനുശേഷം വേണം പിണറായി സഖാവിന്റെ സ്ഥാനത്തേക്ക് എനിക്ക് മുണ്ടുമാടിക്കുത്തി വരാനായിട്ട് എന്നുള്ളൊരു പ്രാർത്ഥന മുന്നോട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. സത്യത്തിൽ ഈ RSSുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തന്നെ എനിക്ക് തോന്നിയത്, പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ മാതൃകയാക്കാനാണ് നോക്കിയിട്ടുണ്ടാവുക. കാരണം ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു വന്ന ആ വീരനെ നെഞ്ചിലേറ്റിയ ബ്രിട്ടാസിന് പറയാൻ കിട്ടിയ, ഒതുക്കത്തിൽ ഒരു ആളാവാൻ കിട്ടിയ അവസരമായിരുന്നു RSSന്റെ മുഖവാരികയായിട്ടുള്ള ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ തന്റെ പേര് കൂടി വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സാഹചര്യം എടുത്ത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും RSSനെ പോലെ ഒരു സംഘടന ബ്രിട്ടാസ് എന്ന് പറയുന്ന MP-യെ, CPM-ന്റെ നേതാവിനെ ഒരു ഹിറ്റ് ലിസ്റ്റിലൊക്കെ പെടുത്തുമോ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു സംശയമായിട്ടാണ് നിലനിൽക്കുന്നത്. തമ്പി ദുരൈയുടെ വായിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാത്തിരിക്കാം അടുത്ത ഉന്തും തള്ളും പുകയും പടലവും ഒക്കെ എപ്പോഴാണ് ബ്രിട്ടാസ് MP ഉണ്ടാക്കുന്നത് എന്ന് അറിയാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.